സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. വ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ 1.25 കോടിയിലേറെ ജനങ്ങളെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ല. പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാൻ പോലും ജനത്തിന് അവസരമുണ്ടാകില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ തുറച്ചുനോക്കിയാൽ പോലും കേസെടുക്കാവുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയും ഭയപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്ന നിയമമാണിത്. പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ട വിഷയമാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. ഇതിനെതിരെ ജനുവരി 3, 4, 5 തീയതികളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണ ജാഥ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം CPIM മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളായി മുദ്ര കുത്തുകയാണെന്ന് PV അൻവർ MLA ആരോപിച്ചു. മുനമ്പത്ത് ക്രിസ്ത്യാനികളെയും CPIM വഞ്ചിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു അടിയന്തരാവസ്ഥയെക്കാളും വലിയ ഭീതിജനകമായ അന്തരീക്ഷം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകണമെന്ന്. രണ്ടാമത് 3.5 കോടി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം ഇവിടെ മുട്ടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല. അതിന് ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ജനബോധവൽക്കരണം എന്ന നിലക്ക് ഒരു ജനകീയ യാത്ര വയനാട് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ 7 നിയോജക മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഈ ജനുവരി 3, 4, 5 തീയതികളിൽ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനബോധവൽക്കരണ ഒരു പ്രതിഷേധ ജാഥ കൂടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, കാരണം ഇത് മൂടി വെക്കപ്പെടുകയാണ്. ജനങ്ങളിതിനെക്കുറിച്ച് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവെയറായിട്ടുള്ളത്. ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ, അത് കാട്ടിൽ ജീവിക്കുന്ന ഏതോ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കിക്കോ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കലാക്കാൻ പോവുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത്. അല്ല, പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും എതിർക്കുമല്ലോ. ഭരണകക്ഷിയിൽ തന്നെ പലർക്കും എതിർപ്പുകളുണ്ട്, ഉണ്ടാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഈ ബില്ല് നിയമസഭയിൽ പാസ്സാകുമ്പോൾ പാടില്ല. പാസ്സായാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ദുരന്തം. ആ ദുരന്തം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അനുഭവിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ, നമ്മുടെ കുടുംബങ്ങളും വരാനിരിക്കുന്ന തലമുറയൊക്കെ അത് അനുഭവിക്കും. കടലിൽ നിന്ന് ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിക്കുന്ന ഭേദഗതി കൂടിയാണ്. ആരെ കൂടെയും ആ പോരാട്ടത്തിനൊപ്പം അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ രാഷ്ട്രീയമെന്നോ ജാതിയെന്നോ മതമൊന്നുമില്ല. ഇത് ഞാനീ പറഞ്ഞില്ലേ, 3.5 കോടി ജനങ്ങളുടെ കുടിവെള്ളം ഇവർ മുട്ടിച്ചിരിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.